പഹൽഗാം വാലിയിൽ നിന്നും ഇപ്പോൾ ബൽറാം നിങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. ബൽറാം ഓൺ എ ഫൈൻ ഡേ പെട്ടെന്ന് അവരെത്തിയവരല്ല, അവർ നേരത്തെ അവിടെ എത്തിയിരുന്നവരാണ്. 6 അംഗ സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ നേരത്തെ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റിൽ ക്യാമറ ധരിപ്പിച്ച സംവിധാനമായി എത്തി ഈ ക്രൂരമായ ആക്രമണങ്ങൾ ചിത്രീകരിച്ചു തുടങ്ങിയത് കേൾക്കുന്നു. എന്താണ് പഹൽഗാമിൽ നിന്നറിയാൻ കഴിയുന്നത്? ബൽറാമിന്റെ പിന്നിൽ നടക്കുന്ന പ്രതിഷേധം എന്താണ്? ബൽറാം ഹഷ്മി, ആദ്യം എന്റെ പുറകിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ കുറിച്ച് തന്നെ നമുക്ക് പോകാം. ഇത് ഈ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിലുള്ള ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇവിടുത്തെ സാധാരണക്കാർ പോലും ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്നില്ല. അവർ ഈ ഇന്നലെ 28 പേരുടെ ജീവൻ എടുത്തതിനപ്പുറത്തേക്ക് ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ ജീവിതം കൂടിയാണ് അവർ ഈ നീച പ്രവൃത്തിയിലൂടെ കവർന്നിരിക്കുന്നത്. ടൂറിസത്തിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ ജമ്മു കശ്മീർ സമാധാനത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതിയുണ്ടായിരുന്ന ഘട്ടത്തിൽ 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയ ഒരു അവസരത്തിലാണ് ഭീകരവാദികൾ ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം നടത്തിയത്. അത് ഇവരുടെ ജീവിതത്തെ ബാധിക്കും എന്ന ഉറപ്പാണ്. കാരണം ഇതിനകം തന്നെ നിരവധി വിനോദസഞ്ചാരികൾ സംസ്ഥാനത്ത് നിന്നും പോയിരിക്കുന്നു. വലിയ ആശങ്ക ജനങ്ങളിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. जी जो कल घटना हुआ है कैसे जो कल ये कार्रवाई हुई है, कातिलाना कार्रवाई हुई है, कश्मीर को शर्मसार करने वाला वाक़या पेश आया है, हम उसकी मजम्मत करते हैं, हम उन कातिलों को नकारते हैं। ये कश्मीर हम कश्मीरी लोग, हम सीधे साधे लोग हैं, हम कातिलों को किसी भी सूरत में साथ नहीं देंगे। जो कल ये कश्मीर को शर्मसार किया गया है, मैं ऑल सिटी वेंडर्स बदमाशों की क्या लग रहा है उसके पीछे कोई बड़ी साजिश है। ये किसी ग्रुप का काम नहीं है, ये किसी बड़ी साजिश का हिस्सा है। क्योंकि 20-25 सालों के बाद यहाँ पे टूरिस्ट बेझिझक आने शुरू हो गए थे, मगर उसी वक्त इन पे हमला कैसे हुआ, ये गंभीरता के साथ हमारी एडमिनिस्ट्रेशन को लेना होगा, होम मिनिस्टर साहब को लेना होगा। इसके पीछे कौन से अशखास, कौन सी एजेंसी, कौन मुल्क पीछे है जो कश्मीर को तरक्की के राह पे गामजन नहीं होने देते। ഹഷ്മി, ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബാഹ്യശക്തികൾ തന്നെയാണ്. 25 വർഷമായി ജമ്മു കശ്മീരിൽ ടൂറിസം നല്ല നിലയിലല്ല നടക്കുന്നത്. അത് മികച്ച രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം. ജമ്മു കശ്മീരിന്റെ സാമ്പത്തികമായി കൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അവരുടെ രോഷമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ. ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവരുടെ നിഗമനം തന്നെ ശരിവെക്കുന്നതാണ് ഈ അന്വേഷണ ഏജൻസികൾക്ക് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളും. ഇവിടെ എത്തിയ ഭീകരവാദികൾ, ഹഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, അവർ കൃത്യമായി ആസൂത്രണത്തോടെ ഈ അവരെ ഏൽപ്പിച്ച കൃത്യം നടപ്പാക്കി എന്ന് അവരെ ഏൽപ്പിച്ചവരെ അറിയിക്കാൻ ഉദ്ദേശിച്ച് തന്നെ ഹെൽമറ്റുകളിൽ ക്യാമറ ഘടിപ്പിച്ച് എത്തി ഈ ദൃശ്യങ്ങൾ, ക്രൂരമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു അവർ എന്നുള്ളതാണ്. സൈനിക വേഷത്തിൽ അവർ എത്തി. ഈ ഭീകരവാദികൾ അവിടെയുള്ള ടൂറിസ്റ്റുകളോട് വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞു. അതിനുശേഷമാണ് അവരെ അതിക്രൂരമായി ആക്രമിച്ചത്. ഇതിൽ നിന്നും കൃത്യമായ ഉദ്ദേശത്തോടെ ആണ് ഇവർ എത്തിയിരുന്നത് എന്നും ഇവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും വ്യക്തമാണ്. ഇത് പാകിസ്ഥാന് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സൈന്യത്തിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും പ്രാഥമികമായ നിഗമനത്തിലും വ്യക്തമാക്കുന്നത്. ഈ പ്രാദേശികമായ ഭീകരവാദികൾ ജമ്മു കശ്മീരിൽ ഉണ്ട്, ഭീകരവാദി അനുകൂലികളുണ്ട് എങ്കിൽ പോലും അവരാരും ഇത്രത്തോളം ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് ഒരു ആക്രമണം നടത്തില്ല എന്ന ആദ്യ നിഗമനം തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിനെ ശരിവെക്കുന്നതാണ് പിന്നീട് വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണവും. ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രദേശത്ത് നിന്നും ശേഖരിച്ച തെളിവുകളും. ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത തോക്കുകളാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെടിയുണ്ടകളും അതിന്റെ ഷെല്ലുകളും പരിശോധിച്ചതിൽ നിന്നും AK-47, AK-56, MK എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന 3 തോക്കുകളാണ് ഈ അക്രമകാരികൾ ഉപയോഗിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ തുടരന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം എന്തായാലും വലിയ പ്രതിഷേധം ഇന്നലെ രാത്രിയും ഇന്നുമായൊക്കെ നടക്കുകയാണ്. ഇന്നലെ രാത്രിയും അവിടെ
മെഴുകുതിരി കത്തിച്ച് മരിച്ചവർക്കുള്ള ആദരമായി പ്രകടനം നടന്നിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു ബൽറാമിന്റെ പിന്നിൽ അവിടുത്തെ കശ്മീരികൾ വലിയ പ്രതിഷേധമാണ് ഭീകരവാദികൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ടെറർ അറ്റാക്ക് തന്നെയാണ് എന്ന കാര്യം ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കാവുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സഫറുല്ല കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലംകൈയാണെന്ന് കേൾക്കുന്നു. അവരുടെ പാക് സൈന്യത്തിന്റെ ഇഷ്ടപ്പെട്ട ആളാണ്, വേണ്ടപ്പെട്ട ആളാണെന്ന് കേൾക്കുന്നു. വേണ്ടത് തിരിച്ചടിയാണ്. അതെപ്പോഴുണ്ടാകുമെന്നതാണ് ചോദ്യം. തിരികെ എത്താം, ഷോർട്ട് ബ്രേക്ക്.